ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹീലിയോ കെയർ എന്ന് പറഞ്ഞ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട്. അപ്പോൾ എന്നെ പേഴ്സണലി കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചെല്ലാം ചോദിച്ചു, അയ്യോ ഇത്രയും റേറ്റ് അല്ലാതെ ഇതിലും കുറഞ്ഞൊരു റേറ്റിൽ ഇതേ പെർഫോമൻസ് ഉള്ള ഒരു സൺസ്ക്രീൻ പറഞ്ഞു തരുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം അതിനൊരു ഉത്തരമായിട്ടായിരുന്നു വന്നത്. ആദ്യം ഹീലിയോ കെയറിൻ്റെ പറഞ്ഞായിരുന്നല്ലോ. ഹീലിയോ കെയർ എന്ന് വെച്ചാൽ നമുക്ക് സൺസ്ക്രീനിൻ്റെ ഡ്യൂട്ടി മാത്രമല്ല, അത് നമ്മളെ സ്കിൻ റിപ്പയർ ചെയ്യുന്നുണ്ട്. ചില ആക്നെ, റെഡ്നെസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹീലാവുന്നുണ്ട്. സ്കിൻ റെജുവിനേഷനും നടക്കുന്നുണ്ട്, സ്കിന്ന് നന്നാവുന്നുണ്ട്, സ്കിന്നിന് ടെക്സ്ചർ നന്നാവുന്നുണ്ട്. നമ്മളൊരു അൺഈവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ അല്ല ഈവൺ ആക്കുന്നുണ്ട്. ആ ഒരു ഡ്യൂട്ടി കൂടി ഈ സൺസ്ക്രീൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമല്ല, എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഓൾ ഉപയോഗിച്ച ഒരു അനുഭവത്തിൽ നിന്നും ഇത് തന്നെയാണ് ഉണ്ടായത്, സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറി നല്ലതാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്തത്. ഇപ്പം അത് വാങ്ങാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതിൻ്റെ ഒരു പാക്കേജിങ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ അതേ പാക്കേജിങ് പോലെ സെയിം കാണാനുള്ള ഒരുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം ഉള്ളൊരു സൺസ്ക്രീനാണ് ഇതിപ്പോൾ നോവോളജി എന്ന് പറഞ്ഞ സൺസ്ക്രീനാണ്. പാക്കേജിങ്ങിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, വലിയ വ്യത്യാസമൊന്നുമില്ല. ടെക്സ്ചറും അതുപോലെ തന്നെയാണ്, വലിയ മാറ്റമില്ല. ഹീലിയോ കെയർ ഭയങ്കര വാട്ടറി ആയിട്ടുള്ളതാണ്, അതിനേക്കാളും ചെറിയൊരു തിക്നെസ് നോവോളജിക്ക് ഉണ്ട്. ഇതിൻ്റെ SPF 50 PA++ ഉണ്ട്. കൂടാതെ നിയാസിനമൈഡ്, ആൻറ്റി ഓക്സിഡൻറ്റ്, വിറ്റാമിൻ C, ഇപ്പോൾ ഓൾ സ്കിൻ ടൈപ്സ് ആ ഒരു ഇതിന് ചേരുന്നത് തന്നെയാണ് നോവോളജി. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഹീലിയോ കെയർ ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ ബ്ലെൻഡായിട്ട് അതിൻ്റെ ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. പക്ഷേ നോവോളജി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസിലൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഫേസ് ഡാർക്ക് ആവുന്ന പോലെ തോന്നാം. അങ്ങനെയാണെങ്കിൽ പോലും കുറച്ച് നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഫേസിലുണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ അത്രയില്ല എങ്കിലും ഈ ഒരു പെർഫോമൻസ് നല്ലത് തന്നെയാണ് നോവോളജീൻ്റെ. ഇതിൻ്റെ ഒരു നമുക്കിപ്പോൾ ഇത് ഇട്ടതുകൊണ്ട് ഒരു ഇറിറ്റേഷനോ, എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇറിറ്റേഷനോ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതന്നെ വൈറ്റ് കാസ്റ്റ് വരുമ്പോൾ അത് നമ്മൾ നേരത്തെ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതിന് കുറച്ച് സമയം മുമ്പേ ഇട്ടാൽ നമുക്ക് ഈ ഒരു വൈറ്റ് കാസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാം. അത്ര തന്നെ. ഇതിനൊരു റേറ്റ് വരുന്നത് ഒരു 850 റുപ്പീസാണ് നോവോളജിക്ക് വരുന്നത്. മറ്റേത് 2050 വരുന്നത് ഹീലിയോ കെയറിന്. രണ്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ വ്യത്യാസമുണ്ട്, എങ്കിലും നോവോളജിൻ്റെ പെർഫോമൻസ് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് വാങ്ങാൻ പറ്റാത്തവർ ഇത് വാങ്ങാം, അത്രയേ ഉള്ളൂ. റേറ്റെല്ലാം അഫോർഡബിൾ ആയതുകൊണ്ട് മോശമില്ലാത്ത പെർഫോമൻസും ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.